കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. AV ഗോപിനാഥ് ദേവസ്വം ചെയർമാനായേക്കും. SSLC +1 പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. മേലൂർ പിണ്ടാണിയിൽ എക്സൈസ് സംഘം 800 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കുളക്കരയിൽ ഡ്രമ്മുകളിൽ കുഴിച്ചിട്ട നിലയിലാണ് വാഷ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. വെരിക്കോസ് വെയിൻ രോഗത്തിന് മരുന്നില്ലാത്ത ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലക്കാത്ത് വീട്ടിൽ 54 വയസ്സുള്ള രാമദാസിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത്. റേഷൻ കട നടത്തിപ്പുകാരനായ രാംദാസ് വെരിക്കോസ് വെയിൻ രോഗത്തിന് പുല്ലൂറ്റ് കോഴിക്കടയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന സ്ഥാപനത്തിൽ 2025 ജൂലൈ 28 മുതലാണ് ചികിത്സ തേടിയത്. ചികിത്സ തുടങ്ങി വൈകാതെ ഇടതുകാലിൽ പഴുപ്പും നീരും അനുഭവപ്പെട്ടുവെങ്കിലും 2 മാസത്തോളം ചികിത്സ തുടർന്നു. പിന്നീട് രോഗാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച് ഇടതുകാൽ മുറിച്ചു മാറ്റുകയായിരുന്നു. വെരിക്കോസ് വെയിന് നല്ല ചികിത്സയുണ്ട്. ഈ കോണത്തുനിന്ന് അതിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയി. MD ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ രീതിയിൽ ഞാൻ അവിടെ പോയി 2-3 ദിവസം ചെയ്തപ്പോഴേക്കും കാലിന്റെ തള്ളവിരലിന്റെ തൊട്ടിപ്പുറത്തുള്ള വിരൽ കറുത്തു തുടങ്ങി. കറുത്ത് തൊലിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവിടുത്തെ മെയിൻ ആളെ വിളിച്ച്, ഈ താരാനാഥ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അത് കോഴിക്കടയിലാണ് അതിൻ്റെ ഇതുള്ളത്, മെയിൻ ആളുടെ സ്ഥാപനം. അപ്പോൾ അവിടെ ചെന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് അങ്ങനെ മെഷീൻ, എല്ലാ മെഷീനും ഉണ്ട് അവിടെ. നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നു പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയത്. ഇത് കഴിഞ്ഞാൽ ആൾ അവിടെ നിന്ന് ചെന്ന് നമ്മളെ കാല് ചെറുതായിട്ടൊന്ന് കീറി അതിനുള്ളിൽ നിന്ന് അശുദ്ധ രക്തം കളയാണ്, ബ്ലഡ് ഓട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആള് ഇങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ കാല് ഡോക്ടറെ കാണിക്കാൻ വെച്ചാൽ അത് ചെറുവിരൽ ഇങ്ങനെ ഈ വിരൽ കട്ട് ചെയ്യേണ്ടി വരും, അവരപ്പം തന്നെ കട്ട് ചെയ്യുക, അങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഇതാക്കിയതാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലം നേരത്ത് ഇതെന്താ വെച്ചാൽ ആ ചെറുവിരൽ ഒരു വിരൽ പൂളായിരുന്നു. അപ്പോൾ കാല് ഈ അവസ്ഥയാണ് എൻ്റെ, ഇതേ കണ്ടീഷനായി. ആളിന് എല്ലാം ചെയ്യുക, ഇയാൾ കട്ട് ചെയ്ത് ആ ഉള്ളിലത്തെ ഇതൊക്കെ കാട്ടിക്കളയും. അപ്പോൾ ഇതുപോലെ അങ്ങനെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് പഴുപ്പല്ല, കൊഴുപ്പാണ് പോണേ, പഴുപ്പല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിത് എന്തായാലും മാറും, ഡോക്ടറെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാംദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാലാവധി അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. CPM ധാരണാപ്രകാരമാണ് രാജി. മാർച്ച് 13-നാണ് ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുൻപായി പുതിയ ഭരണസമിതി രൂപീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. AV ഗോപിനാഥ് പുതിയ ചെയർമാനാകുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോപിനാഥും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഖ്യമുണ്ടാക്കി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഗോപിനാഥ് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഗോപിനാഥിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാജിവെച്ച ഡോക്ടർ VK വിജയന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. SSLC +1 പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങും. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയും 4,11,025 പേർ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷയും 4,52,437 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷയും എഴുതും. SSLC പരീക്ഷ 30-നും +1 പരീക്ഷ 27-നും +2 പരീക്ഷ 28-നും അവസാനിക്കും. ജില്ലയിൽ 35,083 പേരാണ്
SSLC പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ രാവിലെയും ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്കുമാണ് നടക്കുക. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത്. മതിലകം സെയിന്റ് ജോസഫ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 585 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 5 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൈറ്റിന്റെ ക്യൂ ട്രാക്ക് തയ്യാറായി. ചോദ്യക്കടലാസ് പാക്കറ്റ് തുറക്കുന്നത് മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പ് വരെയുള്ള കാര്യങ്ങളിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. മേലൂർ പിണ്ടാണിയിൽ എക്സൈസ് സംഘം 800 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കാട് പിടിച്ചു കിടക്കുന്ന കുളക്കരയിൽ 2 ഡ്രമ്മുകളിലായി കുഴിച്ചിട്ട നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. 20 ഏക്കറോളം വരുന്ന വിന്റേജ് ഫാമിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാപ്പ കേസിലെ പ്രതികൾ ഒളിച്ചു താമസിക്കുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇവരാണ് ചാരായ നിർമ്മാണത്തിന് ശ്രമിച്ചത് എന്നും പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്പാ ഉടമസ്ഥയെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയ മൊബൈൽ ഫോണുകളും സ്വർണ്ണാഭരണവും പണവും കവർന്ന 8 അംഗ സംഘത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. കണിമംഗലത്തുള്ള സ്പാ ഉടമയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന സ്വർണ്ണാഭരണവും പണവും കവർന്ന പ്രതികളും ബംഗളൂരു സ്വദേശികളുമായ സൂസന്ന ഏഞ്ചൽ, സ്റ്റീഫൻ രാജ്, സൂര്യ, ഫെഡറിക്, ധനലക്ഷ്മി, ഷേർലി, സുജിത എന്നിവരെയാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സ്പാ ജീവനക്കാരിയുടെ പരാതി ലഭിച്ച ഉടനെ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് പട്ടിക്കാട് നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഉൾപ്പെടെ 8 അംഗ സംഘം പിടിയിലായത്. കണിമംഗലം സ്വദേശിയായ സ്പാ ജീവനക്കാരിയുടെ വീട്ടിലേക്കാണ് പെപ്പർ സ്പ്രേയും ആയുധവുമായി പ്രതികൾ അതിക്രമിച്ചു കയറിയത്. 5 മൊബൈൽ ഫോണുകളും 1 പവനും വീട്ടിൽ അലമാരയിൽ ഉണ്ടായിരുന്ന 42,000 രൂപയും അനിതയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ നിന്ന് 20,000 രൂപയും അയപ്പിച്ച് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് പിടികൂടുകയായിരുന്നു. കാട്ടൂരിൽ ബേക്കറി ജീവനക്കാരിയെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോംപെ സെന്റ് മേരീസ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിയിലെ ജീവനക്കാരി നെടുമ്പര സ്വദേശിനി സിന്ധുവിനാണ് കുത്തേറ്റത്. കൈക്ക് പരിക്കേറ്റ യുവതിയെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടൂർ തേക്കുമല സ്വദേശി ജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ചാവക്കാട് നഗരസഭാ ബജറ്റ് കീറിയെറിഞ്ഞ് പ്രതിപക്ഷ പ്രതിഷേധം. കൊല്ലപ്പെട്ട മുൻ ചെയർമാൻ KP വത്സലന്റെ സ്വപ്ന പദ്ധതികളെ നഗരസഭാ ഭരണസമിതി തിരസ്കരിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ബജറ്റ് ജനവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ പറഞ്ഞു. തുടർന്ന് ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ചാവക്കാടിന്റെ വികസനത്തിന് കൂടുതൽ കരുത്തു പകരുന്ന വികസന പദ്ധതികളാണ് പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ പറഞ്ഞു.
ബജറ്റ് കീറിയെറിഞ്ഞ് പ്രതിപക്ഷം നാടകം കളിക്കുകയായിരുന്നു. ഇത് നശീകരണ രാഷ്ട്രീയമാണെന്നും ചെയർമാൻ പറഞ്ഞു. ബജറ്റ് ചർച്ചയെ UDF രാഷ്ട്രീയ കവലപ്രസംഗമാക്കി മാറ്റിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എയ്യാൽ പാറപ്പുറത്ത് വീടിന്റെ ടെറസിൽ കൂട്ടിയിട്ടിരുന്ന വിറകിന് തീപിടിച്ചു. കുന്നത്തുള്ളി വീട്ടിൽ മോഹൻദാസിന്റെ വീടിന്റെ ടെറസിലാണ് തീപിടുത്തമുണ്ടായത്. ടെറസിൽ കൂട്ടിയിട്ടിരുന്ന വിറക്, നാളികേരം, ചകിരി എന്നിവയ്ക്കാണ് തീപിടിച്ചത്. തീ കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് വീട്ടുകാരെ വിവരമറിയിച്ചത്. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്ക് ദിനമായ വ്യാഴാഴ്ച മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കാഴ്ചശീവേലിക്ക് സ്വർണ്ണക്കോലം ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ഉത്സവം കഴിയുന്നതുവരെ പകൽ കാഴ്ചശീവേലിക്കും പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലെ ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്കും സ്വർണ്ണക്കോലമായിരിക്കും എഴുന്നള്ളിക്കുക. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സ്വർണം. ഉത്സവ സമയത്ത് കണ്ണന്റെ സർവ്വവും സ്വർണ്ണമയമാണ്. സ്വർണ്ണധ്വജത്തിൽ കൊടിയേറിയാൽ ഗുരുവായൂരപ്പന്റെ നിവേദ്യപാത്രങ്ങളടക്കം സർവ്വദിനം കനകപ്രഭയായിരിക്കും. കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ട് വരെയുള്ള 10 ദിവസത്തെ മാത്രം പ്രത്യേകതയാണ് ഈ സ്വർണ്ണമയം. സ്വർണ്ണ ഉരുളിയിലാണ് ഭഗവാന് ഉച്ചപൂജയുടെ നിവേദ്യം. സ്വർണ്ണക്കുടത്തിലെ പായസവും സ്വർണ്ണക്കിണ്ണത്തിലെ ഉറത്തൈരുമാണ് ഭഗവാന്റെ ഉച്ചയൂണ്. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ രാവിലെയും രാത്രിയിലും സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുക. 6ാം വിളക്ക് മുതൽ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളത്ത്. ശ്രീഭൂതബലിയുടെ ഹവിസ് പാലികയും കൈവട്ടകയും സ്വർണത്തിൽ തന്നെയാണ്. ആറാട്ടുകടവിലെ മഞ്ഞൾ പൊടിയഭിഷേകം സ്വർണ്ണ സിംഹാസനത്തിലായിരിക്കും. ഉത്സവകാലത്ത് ശീവേലി എഴുന്നള്ളിപ്പുകൾക്ക് സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടങ്ങൾ നിർബന്ധമാണ്. എന്നാൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിനും ആറാട്ട്, പള്ളിവേട്ട സമയങ്ങളിലെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കും വെള്ളി നെറ്റിപ്പട്ടങ്ങളാണ് ആനകൾക്ക് കെട്ടുക. പള്ളിവേട്ട കഴിഞ്ഞുള്ള ഭഗവാന്റെ പള്ളി ഉറക്കം വെള്ളിക്കട്ടിലിലാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. ആറാട്ടുപുഴ പൂരത്തിന്റെ പങ്കാളിയായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടി. കൊടിമരം നാട്ടിയതോടുകൂടി ദേവപൂരത്തിന് തുടക്കമായി. ചെത്തിമിനുക്കിയ കവുങ്ങിൽ 7 സ്ഥാനങ്ങളിൽ ആലിലയും മാവിലയും കെട്ടിയാണ് കൊടിമരം ഉറപ്പിച്ചത്. തുടർന്ന് പൂരവിളംബരം നടത്തി. പാർപ്പിടത്തിനും ടൂറിസത്തിനും കൃഷിക്കും മുൻഗണന നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് AA ഫിജിന ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിജി റോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പാർപ്പിട മേഖലയ്ക്കായി 2.12 കോടി രൂപയും, ടൂറിസം മേഖലയ്ക്കായി 1 കോടി രൂപയും, കാർഷിക മേഖലയ്ക്കായി 58 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് ചർച്ചയ്ക്കിടെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റിന്റെ പകർപ്പ് കത്തിക്കുകയും ചെയ്തു. ബജറ്റിൽ യുവജനങ്ങൾക്കും കർഷകർക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും ആരോഗ്യമേഖലയ്ക്കും ഒരു തരത്തിലുമുള്ള പരിഗണനയും നൽകാത്ത ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാർഷിക മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്ത ബജറ്റാണ് അവതരിപ്പിച്ചത്. സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, ബിന്ദു സത്യൻ, MG രജീഷ്, VK സുരേന്ദ്രൻ, P പ്രമീള എന്നിവർ ആരോപിച്ചു. പറപ്പൂക്കര, പുതുക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച പന്തല്ലൂർ കുണ്ടുക്കടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയും അപാകതകളുമുണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു സന്ദർശനം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും വികസനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിച്ചുള്ളതുമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് A രാജീവ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ജലസംരക്ഷണം, കുടിവെള്ളം, പാർപ്പിടം എന്നീ പദ്ധതികൾക്ക് മുൻഗണന നൽകി മാള പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ജലസംരക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി 63,56,800 രൂപയും, പാർപ്പിട പദ്ധതിക്ക് 1,54,00,000 രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 97,49,00,000 രൂപയും നീക്കിവെച്ചു. കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 27.96 ലക്ഷം രൂപയും, വയോജനങ്ങൾക്ക് 28 ലക്ഷം രൂപയും വകയിരുത്തി. 36,77,46,100 രൂപ വരവും
33,98,33,400 രൂപ ചെലവും 2,79,12,700 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ സൂജയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 പവനോളം ആഭരണങ്ങളാണ് യുവതി മോഷ്ടിച്ചത്. റംസാൻ വ്രതകാലം പകുതി പിന്നിടുമ്പോൾ പഴം വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇനമായി തണ്ണിമത്തൻ മാറുന്നു. നോമ്പ് തുറന്നാലുടൻ ശരീരത്തിനാവശ്യമായ ജലാംശം പെട്ടെന്ന് തിരിച്ചു നൽകാൻ തണ്ണിമത്തന് കഴിയുമെന്നതാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. പകൽച്ചൂടിൽ നീണ്ടു നിൽക്കുന്ന ദാഹത്തിന് ശേഷം ആശ്വാസമേകാൻ പഴമായി കഴിക്കുന്നതിനപ്പുറം വൈവിധ്യമാർന്ന വിഭവങ്ങളും തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. സാധാരണ നാടൻ തണ്ണിമത്തനോടൊപ്പം ഇപ്പോൾ കുരുവില്ലാത്ത ഇനങ്ങളും മഞ്ഞത്തണ്ണിമത്തനും കിരൺ തണ്ണിമത്തനും വിപണിയിൽ സജീവമാണ്. റംസാൻ സീസണിൽ കഴിഞ്ഞ തവണ ഉണ്ടായ കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് ചാവക്കാട് മേഖലയിൽ 40 വർഷത്തോളമായി തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന IK ഹൈദരലി പറയുന്നു. ഇപ്രാവശ്യം എല്ലാ വർഷത്തെ പോലെ കച്ചവടം കാര്യമായി നടക്കുന്നില്ല. ഒന്നാമതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത് ചരക്ക് കൃഷി വളരെ കുറവാണ്. ഇപ്രാവശ്യം ചരക്ക് വളരെ വില കൂടുതലാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. കേരളത്തിലിപ്പോ വളരെ നല്ല രീതിയിൽ പല ആളുകളും ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല വിജയകരമായ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്താൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം, കാര്യമായ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത സാധനം നമുക്ക് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കൃഷി കുറഞ്ഞതിനാൽ വില കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രാദേശികമായ നിരവധി സ്ഥലങ്ങളിൽ തണ്ണിമത്തൻ കൃഷി വിജയകരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. നാടൻ തണ്ണിമത്തന് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തണ്ണിമത്തൻ വിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. TCV ചാവക്കാട്. ചാലക്കുടി നഗരസഭ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, കലാഭവൻ മണി അനുസ്മരണ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിക്കും. അനുസ്മരണ സമ്മേളനം സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ബെന്നി ബെഹനാൻ MP, രമേശ് പിഷാരടി, ഡോക്ടർ RLV രാമകൃഷ്ണൻ, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ് തുടങ്ങിയവർ സംസാരിക്കും. രാത്രി 7:30 മണിച്ചിത്ര ഗീതവും ഒരുക്കും. നഗരസഭാ ചെയർമാൻ ആലീസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, കൺവീനർ സുന്ദർദാസ്, LDF നേതാവ് ജിൽ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര മോനോടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ഉച്ചയോടെ ക്ഷേത്രമൈതാനത്തെത്തിയ ശേഷം നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി. തെയ്യം, ദേവനൃത്തം, റോബോട്ടിക് ആന എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി മടുമണ്ണില്ലത്ത് കൃഷ്ണപ്രസാദ് ശർമ്മ കാർമ്മികത്വം വഹിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. കാർഷികം, ജലസേചനം, മണ്ണ് സംരക്ഷണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ആരോഗ്യമേഖല എന്നിവയ്ക്ക് ബജറ്റിൽ മുൻതൂക്കം നൽകുന്നു. യോഗത്തിൽ പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു.
പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ശിവഗിരി മഠം ട്രഷറർ സ്വാമി ശാരദാനന്ദ കൊടിയേറ്റം നിർവഹിച്ചു. സ്വാമി ശിവനാരായണ തീർത്ഥ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 6-ന് പകൽപൂരം, ആറാട്ട് എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകുമെന്ന് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ബിജു പണ്ടാരിക്കൽ, കൺവീനർ ഷൈജു സായിറാം, ഉപദേശക സമിതി അംഗങ്ങളായ വിവേക് വേളേക്കാട്ട്, സുഗതൻ കുണ്ടായിൽ, അജയൻ പറവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഇഫ്താർ സംഗമം നടത്തി. എഴുത്തുകാരൻ VG തമ്പി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷനായിരുന്നു. MK ഹബീബ്, RA അബ്ദുൽ മനാഫ്, ഷാഹുൽ ഹമീദ്, KH കമറുദ്ദീൻ, ജാഫർ സാദിഖ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ഗാന്ധിജി സമാഗമ ശതാബ്ദി ഛായാചിത്ര ജാഥയ്ക്ക് നാട്ടികയിൽ സ്വീകരണം നൽകി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സജി ജോസഫ് MLA, സുനിൽ ലാലൂർ, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ കുചേലന്റെ വേഷത്തിൽ ഇരുന്ന് വ്യത്യസ്തമായ നോമ്പുതുറ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയായി മാറി. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് ഈ കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത്. ആർട്ടിസ്റ്റ് മോഹൻദാസിന് യുവകലാ സാഹിതി ഒരുക്കിയ ആദരമായിരുന്നു ടൗൺ ഹാളിൽ നടന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി നടന്ന കുചേലവൃത്തം കഥകളി അവതരണത്തിലെ കുചേലനായി അരങ്ങേറ്റം കുറിച്ചത് യുവകലാസാഹിതി ജോയിന്റ് സെക്രട്ടറി കൂടിയായ റഷീദ് കാറളമായിരുന്നു. നോമ്പെടുത്ത് തന്നെയാണ് റഷീദ് കഥകളിക്ക് കുചേലവേഷം അണിഞ്ഞത്. നോമ്പു തുറക്കുന്ന സമയമായപ്പോൾ പിന്നെ ആ വേഷത്തിൽ തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം നോമ്പു തുറക്കുകയായിരുന്നു. കഥകളി അഭ്യസിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹ സഫലീകരണത്തിന് കൂടിയാണ് റഷീദ് കാറളം ഫലപ്രാപ്തി കണ്ടെത്തിയത്. പൊതുപ്രവർത്തന രംഗത്തും സാഹിത്യരംഗത്തും നിറസാന്നിധ്യം കൂടിയാണ് റഷീദ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കോൾ കർഷകർക്കായി കാർഷിക ക്ലിനിക്ക് നടത്തി. കോൾ കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾക്കും കീടരോഗബാധകൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നതിനായാണ് ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. കേരള കാർഷിക സർവകലാശാല 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് കാർഷിക ക്ലിനിക്ക് നടത്തിയത്. പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ നിന്നായി 100-ലേറെ നെൽകർഷകർ കാർഷിക ക്ലിനിക്കിൽ പങ്കെടുത്തു. കീടശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞരായ MS സ്മിത, KB ദീപ്തി, P ശ്രീജ, R പ്രമോദ്, R ആയിഷ, P ഗീത എന്നിവർ കാർഷിക ക്ലിനിക്കിന് നേതൃത്വം നൽകി. ഫാദർ പോൾ കൊടിയൻ സ്മാരക ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റ് വെള്ളിയാഴ്ച തുടങ്ങും. മാള കോട്ടയ്ക്കൽ സെയിന്റ് തെരേസാസ് കോളേജ് മൈതാനത്ത് 3 ദിവസങ്ങളിലായി വൈകിട്ട് 6-നാണ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിന് മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് സ്നേഹഗിരി പള്ളിയിൽ നിന്ന് ദീപശിഖ പ്രയാണം നടത്തും. ഇന്ത്യൻ വോളിബോൾ താരം റജി ജോസഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ജോളി വടക്കൻ, MG ടോമി, KP ആന്റണി എന്നിവർ അറിയിച്ചു. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിൽ നീതി മെഡിക്കൽസ്, നീതി ഹൈടെക് ലാബ്, നീതി വളം ഡിപ്പോ എന്നിവയുടെ പ്രവർത്തനം ആരംഭിച്ചു. NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, ജില്ലാ പോലീസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് P രാജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, സഹകരണ സംഘം പ്രസിഡന്റ് TN മുരളി, സെക്രട്ടറി സോണി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ അവതരിപ്പിച്ചു. കുടിവെള്ളം, ആരോഗ്യം, സുരക്ഷ എന്നീ മേഖലകൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നു. തരിശുരഹിത ഗ്രാമം പദ്ധതിക്കായി 1.5 കോടി, കുടിവെള്ള പദ്ധതികൾക്കായി 35 ലക്ഷം, തെരുവുനായ ഷെൽട്ടറിന് 45 ലക്ഷം എന്നിങ്ങനെ നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ദേവാലയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബ സമർപ്പണ പദ്ധതി നടന്നു.
റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഫാദർ ലിവിൻ ചൂണ്ടൽ, ഫാദർ ജെയിംസ് വടക്കൂട്ട് എന്നിവർ കാർമ്മികരായി. കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, ജോയ്സൺ കെ.എ., ജോസഫ് ലിയോ, ബാബു കെ.ജെ. എന്നിവർ നേതൃത്വം നൽകി. NSS വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത് ലഭിച്ച ജൈവ അരിയും അവലും വിറ്റുകിട്ടിയ ലാഭം പൂർവ്വ വിദ്യാർത്ഥികളുടെ 20 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ജീവന് കരുതലായി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ജൈവ കൃഷി ചെയ്ത് ഗ്രീഷ്മ നിതീഷ് ദമ്പതികളുടെ കുരുന്നിന് ചികിത്സാ സഹായം നൽകിയത്. അരിയും അവലും വിറ്റുകിട്ടിയ 15,000 രൂപയാണ് ഗ്രീഷ്മയ്ക്ക് കൈമാറിയത്. NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ NA വിനീത, ലീഡർമാരായ ദേവിക, ആര്യദേവ്, PTA പ്രസിഡന്റ് CM അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ജിം ട്രെയിനർ അറസ്റ്റിൽ. തൃശൂർ ചേർപ്പ് സ്വദേശി അജ്മലിനെയാണ് നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറുക്കഞ്ചേരിയിലെ ജിംനേഷ്യത്തിലെ പരിശീലകനാണ് ഇയാൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് 2 യുവതികളാണ് അജ്മലിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് കേസെടുത്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. AV ഗോപിനാഥ് ദേവസ്വം ചെയർമാനായേക്കും. SSLC +1 പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. മേലൂർ പിണ്ടാണിയിൽ എക്സൈസ് സംഘം 800 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കുളക്കരയിൽ ഡ്രമ്മുകളിൽ കുഴിച്ചിട്ട നിലയിലാണ് വാഷ് കണ്ടെത്തിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.